ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അക്ഷരമുറ്റം ക്വിസുമായി ബന്ധപ്പെട്ട് അക്ഷരമുറ്റം ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാവുന്നതുപോലെ തന്നെ അക്ഷരമുറ്റം ക്വിസിൽ ഈ പ്രാവശ്യം ചോദിക്കാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സും പത്രങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും ഇതുകൂടാതെ GK ക്വസ്റ്റ്യൻസുമാണ്. കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യുന്ന 2 വീഡിയോകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോയിൽ നമ്മൾ GK ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 30ഓളം ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ ചോദ്യങ്ങളെല്ലാം പഠിക്കുക. ഇനി നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ഏത്? ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രമാണ് ബോംബെ സമാചാർ. വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? വിച്ച് ഈസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ. ഗോവ ഈസ് ദ സ്മോളസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആര്? ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യയിൽ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ശ്രീനാരായണ ഗുരു. നാലാമത്തെ ചോദ്യം, ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. അതിനുശേഷമാണ് അദ്ദേഹം നമ്മളെല്ലാം അറിയപ്പെടുന്ന മഹാത്മാ ഗാന്ധിജി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: വന്ദേ മാതരത്തിൻ്റെ രചയിതാവ് ആരാണ്? വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനത്തിൻ്റെ രചയിതാവ് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനത്തിൻ്റെ രചയിതാവ്. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ആറാമത്തെ ചോദ്യം ഇതാണ്: ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആരാണ്? ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത ആര്? അരുന്ധതി റോയ് ആണ് ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത. ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിത അരുന്ധതി റോയ്. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? വിച്ച് റിവർ ഈസ് നോൺ ആസ് സദേൺ ഗംഗ? കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന കാവേരി നദിയാണ് ദക്ഷിണ ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ തനതായ നൃത്തം ഏതാണ്? കേരളത്തിൻ്റെ തനതായ നൃത്തം ഏത്? കേരളത്തിൻ്റെ തനതായ നൃത്തം മോഹിനിയാട്ടമാണ്. ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു, എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒൻപതാമത്തെ ചോദ്യം, മലബാർ മാനുവൽ രചിച്ചത് ആരാണ്? മലബാർ മാനുവൽ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആര്? മലബാർ മാനുവൽ രചിച്ചത് വില്യം ലോഗൻ ആണ്. ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വില്യം ലോഗൻ. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം ഇതാണ്: പുരാതന ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം ഏതാണ്? മഗധ സാമ്രാജ്യമാണ് പുരാതന ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം. മറക്കരുത്, മഗധ സാമ്രാജ്യമാണ് പുരാതന ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം. 11ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ പത്രം ഏതു രാജ്യത്താണ് പ്രസിദ്ധീകരിച്ചത്? ചൈനയിലാണ് ലോകത്തിലെ ആദ്യത്തെ പത്രം പ്രസിദ്ധീകരിച്ചത്. ചൈനയാണ് ലോകത്തിൽ ആദ്യമായി പത്രം പ്രസിദ്ധീകരിച്ച രാജ്യം. 12ാമത്തെ ചോദ്യം, രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഏതാണ്? രാജ്യത്തിൻ്റെ പേര് സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ഇംഗ്ലണ്ടാണ്. 13ാമത്തെ ചോദ്യം, ലോകത്തെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം ഏത്? USA അഥവാ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലാണ് ലോകത്തിൽ തന്നെ ആദ്യത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് സ്ഥാപിതമായ രാജ്യം. 14ാമത്തെ ചോദ്യം, ആധുനിക ജനാധിപത്യ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യത്തെ രാജ്യം ഏതാണ്? ഇംഗ്ലണ്ടാണ് ആധുനിക ജനാധിപത്യ സമ്പ്രദായം നിലവിൽ വന്ന ആദ്യത്തെ രാഷ്ട്രം. 15ാമത്തെ ചോദ്യം, ഒറ്റ രാജ്യം മാത്രമുള്ള ഭൂഖണ്ഡം ഏതാണ്? അതായത് ഈ ഒരു കോണ്ടിനെൻറ്റിൽ ഈ ഒരു കൺട്രി മാത്രമേ ഉള്ളൂ. ആ കോണ്ടിനെൻ്റ് ഏതാണ്? ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ എന്ന കോണ്ടിനെൻറ്റിൽ ഒരേ ഒരു രാജ്യം മാത്രമേ ഉള്ളൂ, അത് ഓസ്ട്രേലിയ തന്നെയാണ്.
16-ാമത്തെ ചോദ്യം, ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ഏറ്റവും ആദ്യം വരുന്ന രാജ്യം ഏതാണ്? ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ അഥവാ ആൽഫബറ്റിക് ഓർഡർ നോക്കുകയാണെങ്കിൽ രാജ്യങ്ങളുടെ പേരെടുത്താൽ അതിൽ ഏറ്റവും ആദ്യം വരുന്നത് അഫ്ഗാനിസ്ഥാനാണ്. 17-ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രം ഏതാണ്? ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാഷ്ട്രം ഏതാണ്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജൂതന്മാരുള്ള രാജ്യമാണ് ഇസ്രയേൽ. 18-ാമത്തെ ചോദ്യം, പൊതു തെരഞ്ഞെടുപ്പ് അഥവാ പബ്ലിക് ഇലക്ഷൻ നടന്ന ആദ്യത്തെ ഏഷ്യൻ രാജ്യം ഏതാണ്? ഇന്ത്യയിലാണ് ഈ ഏഷ്യയിൽ തന്നെ ആദ്യമായി പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. 19-ാമത്തെ ചോദ്യം, ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ് ആരാണ്? അതായത് ആരാണ് ഹാരി പോട്ടർ എഴുതിയത്? ജെ.കെ. റൗളിംഗ് ആണ് ഹാരി പോട്ടർ എന്ന വിഖ്യാത കൃതിയുടെ രചയിതാവ്. 20-ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതി. 21-ാമത്തെ ചോദ്യം, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥമെന്താണ്? മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം. ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത് ഹെൻട്രിക് വാൻ റീഡെ എന്ന് പറയുന്ന വ്യക്തിയാണ്. 22-ാമത്തെ ചോദ്യം, മകരമഞ്ഞ് എന്ന സിനിമ ഏത് കലാകാരൻ്റെ ജീവിതമാണ് പ്രമേയമാക്കിയത്? രാജാ രവിവർമ്മ എന്ന കലാകാരൻ്റെ ജീവിതമാണ് മകരമഞ്ഞ് എന്ന് പറയുന്ന സിനിമയിൽ പ്രമേയമാക്കിയത്. 23-ാമത്തെ ചോദ്യം, ഒരു കൊച്ചു കലാകാരൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് നിറങ്ങളുടെ രാജകുമാരൻ. ഏതു കലാകാരനെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്? നിറങ്ങളുടെ രാജകുമാരൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ പരാമർശിക്കുന്നത് എഡ്മണ്ട് തോമസ് ക്ലിൻ്റ് എന്ന് പറയുന്ന ഒരു കലാകാരനെക്കുറിച്ചാണ്. 24-ാമത്തെ ചോദ്യം, സെൻറ്റ് തോമസിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപം ഏതാണ്? സെൻറ്റ് തോമസിൻ്റെ കേരളത്തിലേക്കുള്ള വരവിനെ തുടർന്നുണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപമാണ് മാർഗംകളി. 25-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചോദ്യത്തിലേക്ക് കടക്കാം. ആശയവിനിമയ രംഗത്ത് സ്മൈലി സംഭാവന ചെയ്ത വ്യക്തി ആരാണ്? അതായത് നമ്മുടെ ചാറ്റുകളിലൊക്കെയുള്ള സ്മൈലി ഇമോജി സംഭാവന ചെയ്തത് ആരാണ്? സ്കോട്ട് സാൽമാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് സ്മൈലി ഇമോജി ആശയവിനിമയ രംഗത്തേക്ക് സംഭാവന ചെയ്തത്. 26-ാമത്തെ ചോദ്യം, യവനരുടെ വാത്മീകി എന്നറിയപ്പെടുന്ന അന്ധകവി ആരാണ്? ഹോമർ എന്ന് പറയുന്ന അന്ധകവിയാണ് യവനരുടെ വാത്മീകി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 27-ാമത്തെ ചോദ്യം, ബുദ്ധമതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏതാണ്? ബുദ്ധമതത്തിൻ്റെ പുണ്യഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ത്രിപീഠിക എന്നാണ് ബുദ്ധമതത്തിൻ്റെ പുണ്യഗ്രന്ഥത്തിൻ്റെ പേര്. 28-ാമത്തെ ചോദ്യം, സിഖ് മതത്തിൻ്റെ പുണ്യഗ്രന്ഥം ഏതാണ്? ഗുരു ഗ്രന്ഥ സാഹിബാണ് സിഖ് മതത്തിൻ്റെ പുണ്യഗ്രന്ഥത്തിൻ്റെ പേര്. 29-ാമത്തെ ചോദ്യം, ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം ഏതാണ്? ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനം ഏത്? ഏറ്റവും വിലയേറിയ സുഗന്ധവ്യഞ്ജനമാണ് കുങ്കുമപ്പൂവ്. 30-ാമത്തെ ചോദ്യം, സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ക്രെസ്കോഗ്രാഫ് എന്ന് പറയുന്ന ഉപകരണമാണ് സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ വീഡിയോയിലുള്ള 30 ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. 30 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അക്ഷരമുറ്റം ക്വിസിൽ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഒരു ടൈപ്പാണ് GK ക്വസ്റ്റ്യൻസ്. ഇതുകൂടാതെ കറണ്ട് അഫയേഴ്സ്, പത്രങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ 30 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത്. ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക. ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും അടങ്ങിയ PDF നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം PDF ലഭിക്കുന്നതാണ്. ആ PDF നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.